എന്തേലും പറ, യൂട്യൂബ് ചാനലിടാം. ഡള്ളായ പോലെ ഇല്ലേ? റിയ വർക്ക് ചെയ്ത് ഇങ്ങനെ ആയതാ. വർക്കിയതല്ല, ഈ ഹെയർ സ്റ്റൈലിൻ്റെ പ്രശ്നം തോന്നുന്നു. വെറുതെ മുടി ഇങ്ങനെ കെട്ടി വന്നതാ. എന്താണ് നിനക്ക്? നീ പറ. നീ കണ്ടിട്ട് തരാന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിച്ചിട്ട്. ഡാൻസ് ഒന്നും കളിക്കാൻ എനിക്ക് അറിയത്തില്ല. മുടിയല്ല അപ്പടി പോയി. മേഘൻ്റെ മുടി കളർ ചെയ്ത് കണ്ടോ ഗൈസ്? എൻ്റെ മുടി ഇതിനകത്ത് അറിയുന്നുണ്ടോ? എന്തൊക്കെയോ ബ്രൗൺ മുടിയാണ് ഇപ്പം. ഞങ്ങൾ രണ്ടും ഒന്നിച്ചാട്ടോ കളർ ചെയ്ത്. അതും ഓഫീസിൽ നിന്ന് കട്ട് ചെയ്ത് പോയി കളർ അടിച്ചു. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന്ന് കളർ മേടിച്ച്. മേഘയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അത് ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ 250 രൂപയുള്ളൂ, അല്ലെങ്കിൽ 500 രൂപ പോയത്. സ്പ്ലിറ്റ് ഇടാൻ ആളെ കിട്ടി. ഞങ്ങൾ അടുത്തടുത്തായിരിക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് സംശയം വന്നാൽ പെട്ടെന്ന് ചോദിക്കാമല്ലോ. അവരെല്ലാം ഫുഡ് കഴിക്കാൻ പോയതാ, വന്നില്ല. വരുമ്പം കാണിച്ചു തരാം. വരുമ്പോൾ കാണിച്ചു തരാം. ബൈ. ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫ്രണ്ട് റിയ. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ 1 ഡേ അറ്റ് ഓഫീസ് കാണിച്ചു തരാം. ഞാൻ ഉച്ചയ്ക്ക് എടുക്കുന്ന, രാവിലെ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എനിക്കൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വന്നിട്ടില്ല. മീറ്റിംഗ് പുള്ളി സീനാക്കിയിട്ട് റിപ്ലൈ ഒന്നും തരുന്നില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ട് ഒന്നുകൂടെ മെസ്സേജ്. കാരണം നമ്മളെ ആവശ്യമാണല്ലോ. കാരണം ഈ വെള്ളിയാഴ്ച എനിക്ക് ടാസ്ക് തീർത്ത് കൊടുക്കാനുള്ള. ഇന്നിപ്പം ട്യൂസ്ഡേ ആയി, ഞാനൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ദീപക്കും അതും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഇനിയിപ്പം കോഡൊക്കെ എഴുതി തുടങ്ങണം. അപ്പം അതിന് കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. അതിനാണ് ഈ മീറ്റിംഗ് വെക്കുന്നത്. അതിൽ എല്ലാം മീറ്റിങ്ങിലെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ സ്പിൽ ഓവർ ആവും. സ്പിൽ ഓവർ ആയാലും കുഴപ്പമില്ലായിരിക്കും, കാരണം ഞാനൊരു ഈ ടീമിൽ പുതിയതായതുകൊണ്ട്. പിന്നെ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളിവിടെ ഉണ്ട്. ആരാത്? സുജിത്ത അല്ല, റിയ. എക്സലൻസ് അവാർഡ് കിട്ടിയ ആളാണ്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാവേ എന്തൊക്കെയാണ് ഉണ്ടായെന്ന്. അപ്പം ബൈ. ഹലോ ഗൈസ്, ഇത് ഞങ്ങൾ ഓഫീസിൽ റെവൽ ഭാഗമായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്? ട്രഷർ ഹണ്ട്. ഞാനതിന് പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. പണിയില്ലാത്തവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ അല്ലേ? അതാ. പക്ഷെ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ അതെനിക്ക് മീറ്റിങ്ങിന് വരാത്തിട്ടാ. ഇത് ട്രഷർ ഹണ്ടിന് പോയിട്ട് പറയാം ബാക്കി. ബൈ. അപ്പോൾ ഗായ്സ്, ഇവിടെ ട്രഷർ ഹണ്ട് നടക്കുവാണ്. ഇവിടെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചൊക്കെ വെക്കുന്ന കണ്ടു. നമുക്കറിയത്തില്ല. റെഡ് റിബണും ഒരു ഉസ്മാൻ പച്ച കളർ എന്തോ ആയിരുന്നു. അപ്പം എന്തൊക്കെയോ അവരെന്തോ ചെയ്യുന്നുണ്ട്. റിവലിൻ്റെ ഞങ്ങൾ IPSൻ്റെ ആനിവേഴ്സറി, അതാണ് ആനിവേഴ്സറി ആണല്ലോ റിവല്. അപ്പോൾ അതിൻ്റെ ഒരു മാസം മുന്നേ ഇങ്ങനത്തെ എന്തൊക്കെയോ കുറേ പരിപാടികളൊക്കെ നടത്തി. ക്രിക്കറ്റും ഫുട്ബോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഗെയിമാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ട്രഷർ ഹണ്ട്. അപ്പോൾ ഞാൻ ടീം 4 ആണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇത് ചെയ്യുന്നില്ല. ഞങ്ങൾ 2 ടീം 4 ആണ്. ഞങ്ങളോട് ഒന്ന് ട്രഷർ ഹണ്ട് കൂടാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പണിയുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടുന്നില്ല. ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുക എങ്ങനെയാണെന്നൊക്കെ. ഇവിടെ കാണുമായിരിക്കും, കാരണം ഇവിടെ കുറേ റിവണൊക്കെ കൊണ്ടുവന്നില്ലേ. ഇവിടെ കാണുമായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ബൈ. ഓക്കെ, ഹലോ ഗായ്സ്, ഞങ്ങൾ ടീം 3 ആണ്. കണ്ടോ, റെഡ് കളർ. ടീം 4. ഹലോ ഗായ്സ്, ഞങ്ങൾ ടീം 4 ആണ്. റെഡ് കളറാണ്. ഞങ്ങളിവിടെ ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ തന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ. കുറേയൊക്കെ കണ്ടുപിടിച്ച്, കുറേ കാലൊക്കെ കണ്ടുപിടിക്കത്തിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പണിയുണ്ട്, ഓൺഗോയിങ്.
ഇവരിങ്ങനത്തെ പരിപാടിയുടെ സമയത്ത് ശരിക്കും പണി ഹാഫ് ഡേ ആക്കണം. ഞങ്ങൾക്ക് ഫുൾ ടൈം പണിയും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോരോ പരിപാടിയും കൊണ്ടുവരും. അതുകൊണ്ട് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ചെയ്യാനൊന്നും. നമ്മുടെ എല്ലാവരും ഒരു എന്താ ഒരു ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് പണിക്ക് പോകും. ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് പോയി ഇനിയേഴ്സ് എന്തൊക്കെയോ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്നവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഹെൽപ്പ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. സോ എനിവേസ് ഇനി ഇറങ്ങുമ്പോൾ കാണാം. ബൈ. ഹലോ ഗൈസ്, ഞങ്ങൾ കോഫി കുടിക്കാൻ പോയിട്ട് വന്ന് കോഫി എടുക്കാൻ പോയത് ഞാൻ എടുക്കാൻ മറന്നുപോയി. തൽക്കാലം ഇതിൽ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഹലോ ഗൈസ്, ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ രണ്ടും കൂടെ ലിഫ്റ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ലിഫ്റ്റ് അങ്ങനെ എത്തി. യെസ്, ഞങ്ങൾക്ക് ഇന്ന് പ്രൈവറ്റ് ലിഫ്റ്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഞങ്ങളുടെ പ്രൈവറ്റ് ലിഫ്റ്റ്. ഹലോ ഗായ്സ്, ഞങ്ങളുടെ ഇന്നത്തെ ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഒത്തിരി ഒന്നും പറയാൻ പറ്റില്ല. ഒരു ചമ്മലായി ആൾക്കാരൊക്കെ നോക്കുന്നത്. അതെ. അപ്പം ശരി, ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.